അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ കേരളം വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. എങ്ങനെയാണ് കേരളം ഇത്തവണ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യുന്നത്? എന്തൊക്കെ സാധ്യതകൾ, പ്രത്യേകിച്ച് മൺസൂൺ ടൂറിസവും എല്ലാം വരാൻ പോകുകയാണ്. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാം, ആദ്യം തന്നെ ഇവിടെ എല്ലാം നടന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു ടൂറിസത്തിലുള്ള ഒരു അഭിമാനം, അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ? ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ചുറ്റും നടന്ന് കാണുകയാണെങ്കിൽ സ്റ്റേറ്റ്സിനേക്കാളും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന രാജ്യങ്ങളാണല്ലോ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്റ്റോളൊക്കെ ആണെങ്കിലും ഓരോ രാജ്യം ഒരു വലിയ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു സംസ്ഥാനം ഇത്ര മനോഹരമായിട്ടൊരു സ്റ്റാള് പുട്ടപ്പ് ചെയ്ത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇവിടെ നടക്കുമ്പോൾ കേരളത്തിന്റെ ടൂറിസം സാധ്യതയെ ഉയർത്തി കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളം ഇപ്പോഴും ലോക ടൂറിസം ഭൂപടത്തിൽ വളരെ പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് അറേബ്യൻ ട്രാവൽ മാർട്ടിൽ വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ? നമ്മൾ 36 സ്ക്വയർ മീറ്ററിന്റെ ഒരു സ്റ്റോളാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇന്ത്യ ടൂറിസത്തിന്റെ ഒപ്പമായിരുന്നു പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇന്ത്യ ടൂറിസത്തിന്റെ എന്ന് പറഞ്ഞൊരു സ്റ്റാൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് മേ ബി ഒരുപാട് പണം മുടക്കി ഒരു കൊച്ചു സംസ്ഥാനം എന്ന് വേറൊരു സ്പേസ് എടുത്ത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ ലോക്കൽസ്, അറബ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടി വരുന്നവരുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ലിഷറായിട്ട് വിനോദത്തിന് വേണ്ടി വരുന്നവരുണ്ട്. എങ്ങനെയാണ് അവരിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്? മിഡിൽ ഈസ്റ്റ് കേരളത്തിന് എന്നും ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ വേറൊരു മീൻസ് യൂറോപ്യൻ ക്യാമ്പയിൻ ഒന്നും നമ്മൾ പറഞ്ഞ് നമുക്ക് മാർക്കറ്റിങ്ങിൽ പ്ലാൻ ഫണ്ടിലേക്ക് നമ്മളൊരു വകയിരുത്തൽ കാണാറില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ അത് റൺ ചെയ്യാൻ പോകുന്നത് ഈ മെയിൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇവിടുത്തെ വെക്കേഷൻ ടൈമിൽ കൂടുതൽ ആളുകളെ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളത്. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗുണപരമായ കാര്യങ്ങൾ, ഒന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒത്തിരി അവൈലബിൾ ആണ്. ആളുകൾക്ക് ഇവിടെ നിന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ 3-4 മണിക്കൂറിൽ 3 മണിക്കൂറിൽ കൊച്ചി എത്താം, 4 മണിക്കൂറിൽ ട്രിവാൻഡ്രം എത്താം, കോഴിക്കോട് അതിന് മുന്നേ എത്താം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലേക്ക് എത്താൻ സാധിക്കും. അതോടൊപ്പമാണ് ഇനിയിപ്പോൾ വരുന്നത് മൺസൂൺ ടൂറിസം. അതെ, മൺസൂൺ ടൂറിസം വളരെ പ്രസക്തമാണ്. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട് ഫീൽ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലധികം ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സമ്മർ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്താത്തൊരു സ്ഥലമാണ് കേരളം. അത് മാത്രമല്ല മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയ്യിൽ മഴ ഓൾറെഡി ഇപ്പം ഏപ്രിലിൽ തന്നെ ഓൾറെഡി മഴ തുടങ്ങിക്കഴിഞ്ഞു. വളരെ തണുപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പം മൺസൂൺ ടൂറിസത്തിന് വേണ്ടി നമ്മൾ പ്രത്യേക ക്യാമ്പയിനുകൾ റൺ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആണ്. അപ്പം അങ്ങനെ എല്ലാം പല രീതിയിൽ അട്രാക്ട് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയും ഗവൺമെന്റും ഒരുപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. ഏതായാലും താങ്ക് യു വെരി മച്ച്. ദുബായിൽ നിന്നും മുഷിൽക്കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാത്രം.